Assalamu alaikum. Honorable Chairman Sir, Venerable Guest, Manager Sir, PRO, respected Principal Ma'am, dear colleagues, beloved parents, and my dear cutie butterflies. Good morning everyone. On this pleasant morning, I, Farida Bibi, one of the coordinators of LBM School, welcome you all to the auspicious occasion. You know why this day is so special? Yes, today is Children's Day. This day is very important in the life of a child as well as their parents. The day reminds us about our duties towards you all. We all know that today is the birth anniversary of Pandit Jawaharlal Nehru, a leader who will always remembered by our country. Pandit Jawaharlal Nehru used to love children. That's because children loved him too. That's why the kids called him Chacha Nehru. And do you know the meaning of Chacha? Chacha means uncle. Now, I would like you to enjoy all the various activities that we have planned for you in this wonderful occasion. Enjoy a fun-filled day. Now, let's begin the program with Surah Al-Fatiha. For that, I invite our head girl, Irfana Fatima, onto the dais. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. MashaAllah. Now, I would like to invite the school choir to sing our beautiful prayer song. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിനേകാധിപനെ പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിനേകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയ മാത്രം സകലം സഹായമറ്റപ്പതും തിരുമുണ്ട് നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയ മാത്രം സകലം സഹായമറ്റപ്പതും തിരുമുണ്ട് നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോധൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടതൻ വഴിയിലുമല്ല ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. Thank you, my dears. Now, I would like to invite Al-Hafiz Abdul Shukur Maulavi Al-Hasni, the member of All India Muslim Personnel Law Board, for giving an important message. Bismillahirrahmanirrahim. وإذ قال لقمان لابنه يا بني لا تشرك بالله إن الشرك لظلم عظيم
ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. പ്രിയപ്പെട്ട മക്കളെ, ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവരോടും പ്രത്യേകം നിങ്ങൾ കുഞ്ഞുങ്ങളോട് വലിയ സ്നേഹവും വാത്സല്യവും പുലർത്തിയ ഒരു മഹാപുരുഷൻ്റെ സ്മരണയുമായി ബന്ധപ്പെട്ടാണ് ശിശുദിനം ആചരിക്കപ്പെടുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ശില്പിയുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുഞ്ഞുങ്ങളോട് വലിയ സ്നേഹം കാണിച്ച വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം മാത്രമല്ല, എല്ലാ മഹാപുരുഷന്മാരും മഹത്തുക്കളും നിങ്ങളോട് വലിയ വാത്സല്യവും സ്നേഹദയാവായ്പും പുലർത്തുന്നവരാണ്. എങ്ങനെ പുലർത്താതിരിക്കും? നിങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്, മുതിർന്നവരുടെ പ്രതീക്ഷയാണ്. നിങ്ങളോട് വലിയ കരുണയും വാത്സല്യവും പുലർത്തിയ ലോകാനുഗ്രഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തിയത് ഹുമാ റൈഹാനത്തായ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ പുഷ്പങ്ങളാണ്. മഹാനായ പ്രവാചകൻ കുഞ്ഞുങ്ങളോടെല്ലാം വലിയ സ്നേഹവും അനുകമ്പയും പുലർത്തുമായിരുന്നു. പ്രത്യേകിച്ചും സാധുക്കളായ ദൂരെ മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ മാറോട് അണയ്ക്കുകയും അവരോട് വലിയ സ്നേഹവും ദയാവായ്പും പ്രവാചകൻ പുലർത്തുകയും ചെയ്യുമായിരുന്നു. മഹാനായ പ്രവാചകൻ ഒരിക്കൽ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുകയാണ്. രണ്ട് കൈകളിൽ പ്രിയപ്പെട്ട ചെറുമക്കൾ ഹസനും ഹുസൈനും പുത്തൻ ഉടുപ്പുകൾ ധരിച്ച് മുറുക്കി പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിൽ വഴിയിൽ ഒരു ഓരം പറ്റി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ പ്രവാചകൻ കാണുന്നു. ആ കുഞ്ഞിനെ അന്വേഷിച്ചപ്പോൾ ഒരു അനാഥ ബാലനാണെന്ന് മനസ്സിലായി. പ്രവാചകൻ ആ കുഞ്ഞിനെയും കൂട്ടി വീട്ടിലേക്ക് പോയി മഹദി ആയിഷ ബീവിയോട് കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ കുളിപ്പിക്കപ്പെട്ടു, നല്ല വസ്ത്രം ധരിപ്പിക്കപ്പെട്ടു. മഹാനായ പ്രവാചകൻ ആ കുഞ്ഞിനെ തോളിൽ ഇരുത്തിക്കൊണ്ടാണ് പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് തക്ബീറും മുഴക്കിക്കൊണ്ടുവന്നത്. ചുരുക്കത്തിൽ ഈ ലോകത്തുള്ള എല്ലാ മഹാത്മാക്കളും പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് വലിയ സ്നേഹവും വാത്സല്യവും കാണിച്ചിരുന്നു. ഈ സ്നേഹവാത്സല്യത്തിൻ്റെ അടിസ്ഥാനം നിങ്ങളിലൂടെ ഒരു ഉത്തമ ഭാവി പിറവിയെടുക്കാനും നല്ല നാളെ ഈ ലോകത്തിന് കാഴ്ചവെക്കാനുമാണ്. നിങ്ങളോടുള്ള ഈ സ്നേഹവും ദയയും കാരുണ്യവും വെറും അർത്ഥമൊന്നുമില്ലാതെ നിങ്ങളെ സുഖിപ്പിക്കാനും മടുപ്പിക്കാനും ഒന്നും ചെയ്യാതെ നിങ്ങൾ ഇരുന്നാൽ മതി, നിങ്ങൾ വളരെ നല്ലവരാണ് എന്നറിയിക്കാനും വേണ്ടിയായിരുന്നില്ല. മറിച്ച് നിങ്ങൾ ഉത്തമ ചെടികളാണ്. നിങ്ങൾ നല്ല നിലയിൽ വളരണം, ഉയരണം. പ്രത്യേകിച്ചും നിങ്ങൾക്ക് നല്ല വളങ്ങളും വെള്ളങ്ങളും നൽകപ്പെടുമ്പോൾ നിങ്ങളതിനെ സ്നേഹാദരങ്ങളോടെ സ്വീകരിച്ച് കൂടുതൽ നിങ്ങൾ ഉയരുന്നതിന് കൂടിയാണ് ഈ മഹത്തുക്കൾ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിൽ ലുഖ്മാൻ എന്നൊരു അധ്യായമുണ്ട്. ഖുർആൻ 31-ാമത്തെ അധ്യായമാണ്. ലുഖ്മാൻ എന്നൊരു പിതാവിനെ പറ്റിയാണ് അനുസ്മരിക്കുന്നത്.
വെറും അനുസ്മരണമല്ല, ആ പിതാവ് തൻ്റെ മകനോട് വലിയ സ്നേഹവും കൃപയും കാട്ടുകയും ആ മകൻ്റെ അകതാരിലേക്ക് ഉത്തമ വെള്ളവും വളവും പകർന്നു നൽകുകയും ചെയ്ത സംഭവം വിവരിക്കുന്നത് കൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ലുഖ്മാൻ എന്ന നാമം വന്നത്. ഈ പ്രധാനപ്പെട്ട ദിവസത്തിൽ പ്രസ്തുത ഉപദേശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ 31-ാമത്തെ അധ്യായം സൂറത്ത് ലുഖ്മാൻ എടുക്കുക. അതിൻ്റെ 2-ാമത്തെ പേജിൽ 4-ാമത്തെ വരി മുതൽ നിങ്ങൾ പാരായണം ചെയ്തു തുടങ്ങുക. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അളീം. പ്രിയപ്പെട്ട പിതാക്കൾ, മാതാക്കൾ, ഗുരുനാഥന്മാർ, പൊന്നുമക്കളെ, നിങ്ങളോട് ചെയ്യുന്ന പ്രഥമവും പ്രധാനവുമായ ഉപദേശം, നിങ്ങൾ പടച്ചവനെ അറിയണം, പടച്ചവനെ മാത്രം ആരാധിക്കണം. നിങ്ങളെ പടച്ചത്, പരിപാലിച്ചത്, നിങ്ങളുടെ നാടുകൾ നിയന്ത്രിക്കുന്നത് ഏകനായ പടച്ചതമ്പുരാനാണ്. ആ പടച്ചവനെ നിങ്ങൾ അറിയണം, ആരാധിക്കണം. പടച്ചവൻ ഏകനാണ്, ഏകൻ മാത്രമാണ്. പടച്ചവനോട് ആരെയും പങ്കുചേർക്കാൻ പാടില്ല. മഹാത്മാക്കളെയും മാതാപിതാക്കളെയും എല്ലാം ആദരിക്കണം. പക്ഷേ പടച്ചവൻ ഒരുവൻ മാത്രമാണ്. പടച്ചവനോട് ആരെയെങ്കിലും പങ്കുചേർക്കുന്നത് കടുത്ത കുറ്റമാണ്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി. 2-ാമത്തെ ഉപദേശം, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളോട് അങ്ങേയറ്റം സ്നേഹാദരങ്ങളോടെ വർത്തിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാവിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. മാതാവിൻ്റെയും പിതാവിൻ്റെയും തണൽ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിനെ വളരെയധികം സ്നേഹത്തോടെ നിങ്ങൾ അനുഭവിക്കുകയും ദീർഘകാലം അത് നിലനിന്ന് കിട്ടാൻ നിങ്ങൾ പടച്ചവനോട് പ്രാർത്ഥിക്കുകയും അവരോട് നിങ്ങൾ കൃതജ്ഞതാപൂർവ്വം വർത്തിക്കുകയും വേണം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. 3-ാമത്തെ ഉപദേശം, പൊന്നുമക്കളെ, നിങ്ങൾ പടച്ചവനെ എപ്പോഴും ധ്യാനിക്കണം. നിങ്ങളുടെ ഓരോ അവസ്ഥകളും പടച്ചവൻ അറിയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. പടച്ചവനെ പറ്റിയുള്ള ബോധം നിലനിർത്തണം. യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക്. ലുഖ്മാൻ മകന് നൽകിയ 4-ാമത്തെ പൊന്നുപദേശം, മോനെ, നമസ്കാരം നിലനിർത്തണം. ചെറുപ്പത്തിലേ നമസ്കരിച്ച് ശീലിക്കണം. പടച്ചവനെ ആരാധിച്ച് അവന് മുമ്പിൽ കുനിഞ്ഞ് അവന് മുന്നിൽ സുജൂദ് ചെയ്ത് സാഷ്ടാംഗം ചെയ്ത് ശീലിക്കണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയണം, ചീത്ത കാര്യങ്ങളെ തൊട്ടും തടയണം. വസ്ബിർ അലാ മാ അസാബക്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ സഹിക്കണം, ക്ഷമിക്കണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർദി മറഹ. 5-ാമത്തെ ഉപദേശം, ആരെയും നിന്ദിക്കരുത്. ജാതിമത വ്യത്യാസമില്ലാതെ ആരെയും നിന്ദിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. നല്ല വസ്ത്രം ധരിച്ചുകൊള്ളിൻ, നല്ല ആഹാരം ധരിച്ചുകൊള്ളിൻ. നിങ്ങളുടെ ബാഗും ചെരുപ്പും മുഴുവൻ വസ്തുക്കളും വളരെ നന്നായിരിക്കട്ടെ. പക്ഷേ അഹങ്കാരം പാടില്ല, വിനയം വേണം, താഴ്മ വേണം. വഖുസുദ് ഫീ മശീക വഗ്ദുദ് മിൻ സൗതിക്. അവസാനത്തെ ഉപദേശം, നിങ്ങൾ കളിച്ചുകൊള്ളിൻ, ചിരിച്ചുകൊള്ളിൻ, പാടിക്കൊള്ളിൻ, പക്ഷേ ശബ്ദം താഴ്ത്തണം.
കുഞ്ഞിതിലെ ചെറിയ ശബ്ദത്തിൽ സംസാരിച്ച് ശീലിക്കണം. നടത്തവും മധ്യമമായ നിലയിലായിരിക്കണം. ധൃതി പിടിച്ച് ഓടാൻ പാടില്ല, എഴഞ്ഞ് നടക്കാനും പാടില്ല, നല്ല നിലയിൽ നടക്കണം. ഇതാണ് കുഞ്ഞുങ്ങളോട് നടത്തിയ പ്രധാനപ്പെട്ട ഉപദേശം. ഈ ഉപദേശം പാലിച്ച് വളർന്നതായ കുഞ്ഞുങ്ങൾ വളരെ ഉന്നത മഹത്തുക്കളായി മാറി. അവർ ഹസനായി, അവർ ഹുസൈനായി, അവർ ലോകത്തിൻ്റെ ഉന്നതങ്ങളിൽ ഉയരുകയും അവർക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുകയും ചെയ്തു. ആകയാൽ പ്രിയപ്പെട്ട മക്കളെ, ഈ ശിശുദിനത്തിൽ മഹാത്മാക്കൾ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശത്തെ നിങ്ങൾ സ്വീകരിക്കുക. അവർ നിങ്ങളോട് ചെയ്യുന്ന കരുണയും വാത്സല്യവും ഓമനത്വവും നിങ്ങൾ അതും സ്വീകരിക്കുക. കൂട്ടത്തിൽ അവരുടെ ഉപദേശവും നിങ്ങൾ പാലിച്ച് നിങ്ങൾ അവരുടെ സ്ഥാനത്തേക്ക് എത്തേണ്ടവരാണ്. നിങ്ങൾ ഈ ലോകത്തിൻ്റെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് നല്ല നിലയിൽ പഠിക്കണം, നല്ല നിലയിൽ വളരണം, നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പടച്ചവൻ്റെ അനുഗ്രഹത്താൽ ലത്തീഫ ബീബി മെമ്മോറിയൽ എന്ന ഈ അനുഗ്രഹീത സ്ഥാപനം അത്തരമൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മമതയും കാരുണ്യവുമാണ് നിങ്ങൾക്ക് വാരിക്കോരി നൽകുന്നത്. നിങ്ങളിതിൻ്റെ മടിത്തട്ടിൽ വളരെ സന്തോഷത്തോട് ഓടിൻ ചാടിൻ വളരിൻ ഉയരിൻ നിങ്ങളുടെ വേരുകളിലേക്ക് ധർമ്മത്തിൻ്റെ സംഗീതവും അതിൻ്റെ വെള്ളവും വളവും ധാരാളമായി വീഴട്ടെ. നിങ്ങളതിനെ സ്വീകരിക്കാൻ പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഇന്ത്യ മഹാരാജ്യം നല്ല കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നൊരു കാലഘട്ടമാണ്. നിങ്ങൾ നന്നായി വളരണം, ഉയരണം, രാജ്യത്തിൻ്റെ സമുന്നത പൗരന്മാരായി മാറണം. നിങ്ങൾ ഇവിടെ നല്ലൊരു ശുഭ്രമായ സുന്ദരമായ ഒരു നവഭാരത സൃഷ്ടിക്ക് വേണ്ടി, അതിലൂടെ മുഴുവൻ ലോകത്തിന് മാതൃക കാട്ടുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും ഈ ദിവസത്തിൽ നമുക്ക് നല്ല തീരുമാനമെടുക്കാൻ പടച്ചവൻ സഹായിക്കട്ടെ. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ചൊരിയട്ടെ. ഇതൊരു പ്രകാശപൂരിതമായ ഒരു മിനാരമായി ഉയർത്തുകയും വളർത്തുകയും ഇതിനെ നിങ്ങളിലേക്കും നിങ്ങളിലൂടെ ലോകത്തിനും മഹത്തായ സന്ദേശം നൽകുന്ന ഒരവസ്ഥാവിശേഷം സംജാതമാക്കുകയും ചെയ്യട്ടെ. പടച്ചവനാണ് സർവസ്തുതിയും. അവൻ്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. എല്ലാ മഹത്തുക്കളുടെ മേലും സ്നേഹാശംസകൾ. Thank you, sir. Now, I request our Honorable Principal Ma'am to give her message to our butterflies. Assalamu alaikum. Respected Chairman, Honorable Guest, PRO, Manager, dear teachers, parents and my lovely students. A warm good morning to everyone. These preceding years we were celebrating Children's Day with loads of enthusiasm. But at present, due to COVID-19 pandemic, we are unable to celebrate in such a way, so that we are forced to conduct the celebrations in a virtual way. Being the principal of the school, I take this opportunity to greet a happy Children's Day to my admirable students. As we all know, 14th November is celebrated as Children's Day all over India to commemorate the birth anniversary of Pandit Jawaharlal Nehru, the first Prime Minister of India after independence. He was the only leader of our country who loved children to any extent possible. Pandit Nehru was enthusiastic and warm-hearted towards children, especially about the welfare, rights, education and overall improvement in order to make India a developed nation. Nehru found the strength of a country is the children of the country. This great ideology and love for children are a reason that we celebrate Children's Day on his birth anniversary to pay his tribute. The aim of commemorating Children's Day each year is to make everyone aware of the importance of the young seeds of our culture. It is to acknowledge the role of children and to spread awareness in the adults to take proper care of children. Children's Day is to ensure the adults must provide a happy and pure childhood to all the children of the society. Childhood is both an enjoyable phase of life and at the same time it is also considered to be a sensitive phase. In contemporary scenario, there are several crimes that are taking place against children. We and you all need to be careful at every moment in life. Today, I want to share something special with you, all which you can consider as a piece of advice that my dear students,
Always see yourselves as good human beings and nurture the right attitude. Never forget that you should respect and show gratitude to those who help you in your lives. Never allow negative thinking influence your personality, as it will always lead you to a wrong path. Be kind and fair to all human beings, and we pray to Allah to guide you all on the right path through which you achieve greatness and optimistic thinking and values. Wishing you all a very happy Children's Day and wish you all the best for your future endeavors. May Allah bless you all. Thank you. Thank you, ma'am, for presenting your precious thought with the students and parents. On behalf of Children's Day, we have decided to distribute the awards of 2 competitions that was held in the last year, such as Vidyadarshan Talent Examination and Vidyadarshan Coloring Aptitude Test. For that, I invite our honorable guest, Mr. Abdullah Abdurrahman, the son of our respected chairman, sir. He is working in various number of fields, such as in textile field as the owner of Kamala Suraya Abaya World, and also in the field of charity that helps to fulfill the dreams of various aspects of people who suffer from several problems. At first, I would like to call the rank holders of Vidyadarshan Talent Examination. MashaAllah, we got 1 first rank, 4th rank and 2 5th ranks. Now, I would like to welcome the first rank holder, Fatima Bibi from 5th standard. MashaAllah, congratulations. Thank you, my dear. Thank you, sir. Now it's time to distribute the awards of best performers of Vidyadarshan Talent Examination. They are awarded with cash award, medal and certificate. I would like to welcome Anafia A from class 2. Congratulations. Thank you, my dear. Thank you, sir, for your precious time. I would like to invite our respected manager, sir, PRO, sir, and principal ma'am onto the dais. Now, I would like to call the 4th rank holder, Fida Fatima N from class 3. Congratulations. Okay, now I would like to call the 5th rank holder from the siblings, Fatima T from 1st standard. Congratulations. MashaAllah, her sibling also got the same rank in the same examination. So I would like to call Halima T, 5th rank holder from the same class. Thank you, my dears. Now it's time to distribute the awards of best performers of Vidyadarshan Talent Examination. They are awarded with cash award, medal and certificate. First, I would like to call Hajra S from UKG. MashaAllah. Thank you, Hajra. Now, Hamna Yasmin from UKG. Congratulations. Noora Fatima from UKG. Congratulations, Noora Fatima. Now it's turn for Swaliha Sudhir from class 1. Congratulations. Shefna from class 1. Congratulations. Sara Nujum from class 2.
Congratulations. Noora M from class 3. Congratulations. Now Salma R from class 4. Congratulations. Thank you all. Now it's time to distribute the awards of Vidya Darshan Coloring Aptitude Test. Mashallah, we got 2 ranks, first and second respectively. They are awarded with cash, memento and certificate. So first, I invite Jasna, the first rank holder, to receive the award from our respected principal ma'am. Jasna from class 5. Mashallah, congratulations my dear. Now I welcome Kinza Jazar, the second rank holder from UKG. Mashallah, congratulations my little butterfly. Thank you my dear. Now it's time to distribute the awards among the best performers. They also awarded with memento and certificate. For that, I would like to invite Hamna Yasmin from UKG. Congratulations. Thank you, my dear. Now, Mansoora from UKG. Congratulations. Now, Aisha M from first standard. Congratulations, Aisha. Thank you, my dear. Now, Afsana N from second standard. Afsana N from second standard. Congratulations, my dear. Next, Farsana Sushir from class 3. Congratulations. Now, Rasana Fatima from third standard. Rasana Fatima from third standard. Congratulations, my dear. Now, Fatima Zahra M from 5th standard. Congratulations. Thank you, my dear. Hamda H from UKG. Congratulations. Thank you, my dear. And now it's turn for Fatima Bibi from 5th standard. Congratulations, my dear. Thank you all. Children, there are no words to describe how special you are to us. Come on, let's enjoy this day with fun and laughter. In this part of the program, I welcome the little butterfly Hawwa Parveen from LKG to present an English song. Assalamu alaikum. Good morning, Chor. My name is Hawwa Parveen. I am studying in LKGA. We are birds in the garden. We are stars in the sky. We are birds in the garden. We are stars in the sky. We are children. We want to shine. We are children. We want to shine. Happy Children's Day. Happy Children's Day. Happy Children's Day. We are lights in the darkness. We are future of the nation. We are lights in the darkness. We are future of the nation. We are children's. We are want to shine. We are children's. We want to shine. Happy Children's Day. Happy Children's Day. Happy Children's Day. Thank you.
Assalamu alaikum. MashaAllah, it was really cute. Now, I would like to call a cutie butterfly, Insha Rafiq, to deliver a speech. Assalamu alaikum. Good morning to all. I am Sharafiq from UKGB. I am studying in LBS CBSE Central School. Respected chairman, sir, principal, teachers and my dear friends. Jawaharlal Nehru was born on 14th November 1889 in Allahabad. He was the first Prime Minister of Independence India. His father's name was Motilal Nehru and mother's name was Swaraj Rani. He was very fond of children. Children lovingly call him Chacha Nehru. His birthday is celebrated as Children's Day. He was a great freedom fighter and politician. He died on 27th May 1964. Happy Children's Day. Thank you. MashaAllah, fantastic. Now let's hear an action song from the cutie butterflies of UKG. അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ. ഇന്ന് നവംബർ 14. ഇന്ന് ചാച്ചാജിയുടെ ജന്മദിനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ചാച്ചാജിയുടെ ഒരു പാട്ട് പാടാം. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി. ശിശുദിനം എന്തെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനം എന്തെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിന് ചാച്ചാജി. തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിന് ചാച്ചാജി. ഓർത്തിടുന്നു ജന്മനത്തിൽ ചാച്ചാജിയെ ഹൃദയത്തിൽ. ഓർത്തിടുന്നു ജന്മനത്തിൽ ചാച്ചാജിയെ ഹൃദയത്തിൽ. ചാച്ചാജിയെ ഹൃദയത്തിൽ. ചാച്ചാജിയെ ഹൃദയത്തിൽ. Thank you. Assalamu alaikum. MashaAllah. I think it's time to have an English speech. For that I invite Rayhana N from class 3. Assalamu alaikum wa rahmatullahi wa barakatuhu. A very good morning to respected principal, teachers, parents and my dear friends. I am Rayhana N from 3rd standard. Today I am going to speak about Children's Day. Today is 14 November, that is the birthday of Pandit Jawaharlal Nehru. We celebrated Children's Day as very year. He was the first Prime Minister of Independent India. He was born on 14 November 1889 in Allahabad. He had a great love and affection towards children. He wanted to be a children and play with them. So children called him Chachaji. He believed that children are the future of our country. He wrote many more books, so we must know about him. This is very special day for every children. Children's Day celebration brings lot fun and frolic activities. Let us however also remember the great responsibility of us to work towards a society, a better India. This celebration meant to every Indian to make protect their children from all harms by providing better childhood. With this I conclude my speech. Okay, happy Children's Day. Jazakallah khair. Assalamu alaikum wa rahmatullahi wa barakatuhu. MashaAllah, it was really spectacular. And now we can hear a beautiful Malayalam song of Hamna Yasmin from UKG. Assalamu alaikum
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നവംബർ ശിശുദിനമാണ്. എന്താണെന്നറിയാമോ ശിശുദിനം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനം. അതിനു വേണ്ടി ഞാനൊരു നല്ല പാട്ട് പാടാം. ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂവും ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂവും ചാച്ചാജി. ശിശുദിനം എന്തെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനം എന്തെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി. കുട്ടികൾക്കെന്നും ചങ്ങാതി റോസാപ്പൂവിൻ തോഴൻ താൻ. കുട്ടികൾക്കെന്നും ചങ്ങാതി റോസാപ്പൂവിൻ തോഴൻ താൻ. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിൻ ചാച്ചാജി. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിൻ ചാച്ചാജി. താങ്ക് യു. അസ്സലാമു അലൈക്കും. Thank you, my dear. It was really superb. Now let's have a conversation between two sisters that helps us to know more about Chachaji. ചാച്ചാജി ശിശുദിനം. ചാച്ചാജി ശിശുദിനം. ചാച്ചാജി ശിശുദിനം. അസ്സലാമു അലൈക്കും. നീ എന്ത് ചെയ്യുന്നു? വലൈക്കും അസ്സലാം. ഞാൻ ശിശുദിനത്തിനെ കുറിച്ച് 5 വാക്യങ്ങൾ പഠിക്കുകയാണ്. ഇത്താ, ശിശുദിനത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും പറഞ്ഞു തരാം. എന്നാൽ പറഞ്ഞു താ. ശരി, നിനക്കറിയാമോ എന്തുകൊണ്ടാണ് ശിശുദിനം ആഘോഷിക്കുന്നതെന്ന്? അറിയില്ല. ശരി, ഞാൻ പറഞ്ഞു തരാം. നവംബർ 14-നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. അത് ശരി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ രാജ്യത്തിൻ്റെ 1ാമത്തെ പ്രധാനമന്ത്രിയാണ്. നിനക്കറിയാമോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന്? അറിയാം. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ് മോത്തിലാൽ നെഹ്റു. അമ്മയുടെ പേര് ഞാൻ മറന്നുപോയല്ലോ. അമ്മയുടെ പേര് ഒന്ന് പറഞ്ഞു തരാമോ? ശരി, ഞാൻ പറഞ്ഞു തരാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേര് മോത്തിലാൽ നെഹ്റു എന്നാണ്. അമ്മയുടെ പേര് സ്വരൂപ് റാണി നെഹ്റു എന്നുമാണ്. ഓർമ്മ വന്നു. നിനക്കറിയാമോ ജവഹർലാൽ നെഹ്റു നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി പോരാടിയ വ്യക്തിയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. ആ പുസ്തകത്തിന്റെ പേരാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. എന്ത് പേരാണ് പറഞ്ഞത്? ഡിസ്കവറി ഓഫ് ഇന്ത്യ. മാഷാ അല്ലാഹ്. നിനക്കറിയാമോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ചാച്ചാ നെഹ്റു എന്ന് വിളിക്കുന്നു? അതെന്തുകൊണ്ടാണ്? കാരണം ചാച്ചാ നെഹ്റുവിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. മാത്രമല്ല രാജ്യം മുഴുവനുമുള്ള കുട്ടികളുടെ അവകാശത്തെയും വിദ്യാഭ്യാസത്തെയും കുറിച്ച് ബോധവൽക്കരണം നടത്തി. അദ്ദേഹം പറഞ്ഞു, "The children of today will be the future of tomorrow." എന്ന് വെച്ചാൽ എന്താണ്? ആ വാചകം എൻ്റെ കൂടെ ഒന്ന് പറയൂ. The children of today the future of will be the future of tomorrow. അതായത് ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഭാവി നിർണയിക്കും. ഇത്ത എനിക്കിന്ന് ചാച്ചാജി പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. Thank you, my dear ones. And now comes our respected coordinator Amala Miss to deliver a speech. അസ്സലാമു അലൈക്കും. ആദരണീയനായ ചെയർമാൻ സർ, PRO, മാനേജർ, ബഹുമാനിയായ പ്രിൻസിപ്പൽ മാം, സ്നേഹമുള്ള അധ്യാപകരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നാളത്തെ നായകരും ലോക സൃഷ്ടാക്കളുമായ കുട്ടികളുടെ പ്രാധാന്യവും മഹത്വവും നന്നായി മനസ്സിലാക്കിയ ആളായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 14. ഈ ദിനം ഭാരതം ശിശുദിനമായി ആഘോഷിക്കുന്നു. കുട്ടികളോടുള്ള സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും ചെയ്ത സംഭാവനകളും കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം രാജ്യം ശിശുദിനമായി ആചരിക്കുന്നത്. രാജ്യമെമ്പാടുമുള്ള കുട്ടികൾക്ക് അദ്ദേഹം പ്രിയങ്കരനായ ചാച്ചാജിയായിരുന്നു. തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരകൻ എന്നീ നിലകളിലെല്ലാം
വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. നെഹ്റുജി പറയുകയുണ്ടായി, ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയാകും. അവരെ വളർത്തുന്ന രീതി രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കും. കുട്ടികളാണ് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തിയും സമൂഹത്തിൻ്റെ അടിത്തറയും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കുഞ്ഞുങ്ങളും പൂക്കളും മൃദുലവും നിർമ്മലവുമാണ്. അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യുവാൻ. ചാച്ചാജിയുടെ വാക്കുകളാണിവ. ആധുനിക ലോകത്തിൽ കുഞ്ഞുങ്ങൾ ഏറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഏകാന്തതയുടെ ലോകത്ത് നിന്ന് കുഞ്ഞുങ്ങളെ സ്നേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. മൃദുലവും നിർമ്മലവുമായ കുഞ്ഞുങ്ങളെ ചേർത്തണയ്ക്കാം. ഈ ശിശുദിനത്തിൽ എല്ലാ കുഞ്ഞുങ്ങളുടെയും മുഖം സന്തോഷത്താൽ നിറയട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. Thank you, Miss, for a beautiful speech. It's time to refresh our mind with the sweet voices of our cuties in the form of a group song. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചൂടാനിഷ്ടം, കിളികളെ മാടി വിളിക്കാൻ ഒത്തിരി നൂറിഷ്ടം. കിളി പോൽ പാറാനിഷ്ടം, കളിച്ചിരി കൂടാനിഷ്ടം, കഥകൾ കേട്ടു വളരാൻ എന്തെന്തെന്തിഷ്ടം, എന്തെന്തെന്തിഷ്ടം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. മുത്തശ്ശി കഥകൾ പോയി, കഥകൾ പോയി പോയി, മൂവാണ്ടൻ മാവും പോയി, മാവും പോയി പോയി. മുത്തശ്ശി കഥകൾ പോയി, മൂവാണ്ടൻ മാവും പോയി, മുറ്റങ്ങളില്ലാതായി സ്നേഹം കാണാതായി, ബാല്യം ഞങ്ങൾക്ക് നോവും മുള്ളായി, വേനൽ പൂവായി. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചൂടാനിഷ്ടം, കിളികളെ മാടി വിളിക്കാൻ ഒത്തിരി നൂറിഷ്ടം. കിളി പോൽ പാറാനിഷ്ടം, കളിച്ചിരി കൂടാനിഷ്ടം, കഥകൾ കേട്ടു വളരാൻ എന്തെന്തെന്തിഷ്ടം, എന്തെന്തെന്തിഷ്ടം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീടും ശ്രീരാഗം. മുത്താരം കുന്നും പോയി, മുക്കുറ്റിക്കാടും പോയി, മഴമുകിലില്ലാതായി മാനം പെയ്യാതായി. മുത്താരം കുന്നും പോയി, മുക്കുറ്റിക്കാടും പോയി, മഴമുകിലില്ലാതായി മാനം പെയ്യാതായി. സ്നേഹം പെയ്യും രാഗമെങ്ങോ മാഞ്ഞു പോയി, എങ്ങോ യാത്ര പോയി. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചൂടാനിഷ്ടം, കിളികളെ മാടി വിളിക്കാൻ ഒത്തിരി നൂറിഷ്ടം. കിളി പോൽ പാറാനിഷ്ടം, കളിച്ചിരി കൂടാനിഷ്ടം, കഥകൾ കേട്ടു വളരാൻ എന്തെന്തെന്തിഷ്ടം, എന്തെന്തെന്തിഷ്ടം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. Mashallah, it was really an awesome performance. Okay, we can have a Malayalam song of two cuties, Afreen and Swariha from LKG.
Assalamualaikum. Good morning. ഇന്ന് നവംബർ 14. ചാച്ചാത്തിയുടെ ജന്മദിനം. ഞാൻ കുറച്ച് പാട്ട് പാടിക്കോട്ടെ. ചാച്ചാത്തി ചാച്ചാത്തി അമ്മയുടെ സ്വന്തം ചാച്ചാത്തി ചാച്ചാത്തി, സ്നേഹം ചൊരിയും ചാച്ചാത്തി, പുഞ്ചിരി തൂക്കും ചാച്ചാത്തി, സ്നേഹം ചൊരിയും ചാച്ചാത്തി, പുഞ്ചിരി തൂക്കും ചാച്ചാത്തി. ശിശുദിനം എന്തെന്നറിയാമോ? ചാച്ചാത്തിയുടെ ജന്മദിനം. ശിശുദിനം എന്തെന്നറിയാമോ? ചാച്ചാത്തിയുടെ ജന്മദിനം. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മക്കായി. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മക്കായി. കുട്ടികൾക്കെന്നും ചങ്ങാതി റോസാപ്പൂവിൻ തോരന്താൽ. കുട്ടികൾക്കെന്നും ചങ്ങാതി റോസാപ്പൂവിൻ തോരന്താൽ. നേടിത്തന്ന സാന്ത്യം ഞങ്ങൾക്കായി ചാച്ചാത്തി. നേടിത്തന്ന സാന്ത്യം ഞങ്ങൾക്കായി ചാച്ചാത്തി. ഓർത്തിടുന്ന ജന്മദിനത്തിൽ ചാച്ചാത്തിയെ ഹൃദയത്തിൽ. ചാച്ചാത്തിയെ ഹൃദയത്തിൽ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. I am Saira Asir from LKG. Name of my school is LBM CBS Standards. Today is November 14. Chachachi birthday. Chachachi, Chachachi, this day for you. Chachachi, Chachachi, I love so much. Chachachi, Chachachi, this day for you. Chachachi, Chachachi, I love so much. You are in bravely. You are in bravely. You are in really. I'm a good matter dumb. I'm a good matter dumb. You are under freedom. You freedom. I made India stronger. I wish you a children's day. Happy children's. Happy Children's Day, Happy Children's Day, Happy Children. Almighty. Thank you. Assalamu alaikum. Assalamu alaikum. കൂട്ടുകാരെ, ഞാനൊരു പാട്ട് പാടാൻ പോകുകയാണ്. നവംബർ മാസം 14, ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചുണ്ടിൽ പുഞ്ചിരി ഒളി തൂകി, വെള്ളയുടുപ്പും തൊപ്പിയുമായി, നെഞ്ചിൽ പനിനീർ പൂച്ചൂടി, കുഞ്ഞുങ്ങൾക്ക് പ്രിയങ്കരനായി നമ്മുടെ സ്വന്തം ചാച്ചാജി. ബാടുന്ന രാവിൽ അഭിമാനം. ചാച്ചാജിയുടെ ജന്മദിനം. സന്തോഷത്തിൽ ജന്മദിനം. താങ്ക് യു. Assalamualaikum. Now we can have a beautiful speech of Fida Fatima from class 3. Assalamualaikum. A warm good morning to the respected chairman, PRO, principal, teachers, parents and my dear friends. I am Fida Fatima from 3rd standard. As we all know, we have gathered here to celebrate Children's Day. Firstly, let me tell you why are we celebrating Children's Day on November 14. In India, we celebrate Children's Day on November 14 as a tribute
to Pandit Jawaharlal Nehru. Nehru, the first Prime Minister of India, was born on November 14, 1889. Nehru was a prominent leader of the Indian independence movement. He served as Prime Minister of India twice. He shared a lovely bond with children and was very affectionate towards them. Children also loved and fondly called him Chacha Nehru. He advocated for children to have compulsory education. He also believed that children are the future of our nation. Hence, they should be very nurtured and educated well. Before I conclude, I would like to say one famous quote by Chacha Nehru. The children of today will make the India of tomorrow. The way we bring them up will determine the future of our country. I would also like to wish you all a very happy Children's Day. Thank you, take care and have a pleasant day. This is Fida Fatima signing off. Assalamu alaikum. Thank you, dear. It was really a fantabulous speech. It will be interesting to hear the song from the siblings Fatima T and Halima T. Assalamu alaikum. I am Fatima T. I am Halima T. We are the children of the world. We are the children of the world. We have access to smile. We have access to smile. We are shining stars today. We are the future of the today. Happy Children's Day. Happy Children's Day. Happy Children's Day. Assalamu alaikum. MashaAllah. It's time to have a Malayalam speech. For that I invite Rabia from UKG. അസ്സലാമു അലൈക്കും. ഞാൻ റാബിയ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ്. അദ്ദേഹമാണ് ഈ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. കുട്ടികൾക്കും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തിന് ചാച്ചാച്ചീന്ന് വിളിച്ചു. 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. ആ ദിവസമാണ് നമ്മൾ ഈശോദാനമായിട്ട് ആഘോഷിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഈശോദാനം ആശംസകൾ. താങ്ക് യു. ജയ് ഹിന്ദ്. Okay, now we can have a good message from Nasriya. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ചെയർമാൻ സർ, PRO, മാനേജർ സർ, പ്രിൻസിപ്പൽ മാം, അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14. ഇന്ന് ശിശുദിനമായി നാം ആചരിക്കുന്ന ഈ ആഘോഷവേളയിൽ കുട്ടികളെ സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാം സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ്. മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. വിശ്വാസവും ആരാധനയും പഠിപ്പിക്കുന്ന ദീൻ കടമകളെയും അവകാശങ്ങളെയും പറ്റി മനുഷ്യനെ നിരന്തരം ഉണർത്തുന്നു. ഓരോ വിശ്വാസിക്കും തൻ്റെ കുടുംബത്തോടും സമൂഹത്തോടും കടമകളുണ്ട്. അള്ളാഹുവിനോടുള്ള കടമകൾ പാലിക്കുന്നത് പോലെ തന്നെ അവൻ്റെ സൃഷ്ടികളോടുള്ള കടമകൾ പാലിക്കേണ്ടതുണ്ട്. മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ എല്ലാ സഹജീവികളോടും കാരുണ്യത്തോടെ പെരുമാറുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല. വിശ്വവിമോചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് പുലർത്തിയ സമീപനവും സൗഹാർദ്ദപൂർണമായ പെരുമാറ്റവും നമുക്കേവർക്കും മാതൃകയാണ്. കാരണം ഇന്നത്തെ ഓരോ കുട്ടിയും നാളത്തെ സമൂഹത്തിൻ്റെ നേതൃത്വം വഹിക്കേണ്ടവരുമാണ്. കുട്ടികളുടെ ആത്മാഭിമാനം ഉയർത്തുന്നതിനും അവരുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നിരന്തരം ഉണർത്തിയിരിക്കുന്നത്. അക്രിമു ഔലാദക്കും, നിങ്ങൾ കുട്ടികളെ ആദരിക്കുക. സഹാബി വര്യനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു,
കുട്ടിയായിരുന്ന ഞാൻ 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവനം ചെയ്തു. ഒരിക്കൽ പോലും എന്നോട് ചേ എന്ന വാക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നില്ല. മാത്രമല്ല നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. ഉമൈർ എന്ന കൊച്ചുബാലൻ താൻ ഓമനിച്ച് വളർത്തുന്ന പക്ഷിയുടെ വിശേഷങ്ങൾ പോലും തിരുദൂതർ അവിടുന്ന് ചോദിച്ചറിയുകയും അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവൻ വളർത്തിയ ആ കിളി ചത്തുപോയപ്പോൾ ആ ദുഃഖത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം പങ്കുചേരുകയും അവനെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ലുക്മാൻ അലൈഹിസ്സലാം, യഅ്കൂബ് അലൈഹിസ്സലാം പോലുള്ള ഉന്നത മഹത്തുക്കൾ അവരുടെ കുട്ടികളുമായിട്ടുള്ള സംഭാഷണം ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. കാരണം ഇന്നത്തെ കുട്ടികൾ നാളത്തെ സമൂഹമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Jazakallah khair, dear. Let's hear a small speech from the cutie Hajra S from UKG. Assalamu alaikum. Good morning everybody. I am Hajra Yas, UKG A. Now I would like to speak Pandit Jawaharlal Nehru. He was the first Prime Minister of India. He liked children very much. Children like him and call him Chachaji. Chachaji was born on November 14th. Chachaji was our great people. Bapuji, Kalamji and Netaji. Jai Jai Chachaji, Jai Jai Chachaji. Happy Children's Day. Thank you. Assalamu alaikum. Thank you, my dear. Now let us hear the biography of Chachaji from Alia N. അസ്സലാമു അലൈക്കും. ആദരണീയനായ ചെയർമാൻ സർ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. 1889 നവംബർ 14 അലഹബാദിൽ കാശ്മീരി പണ്ഡിറ്റ് സമുദായത്തിൽ സമ്പന്നനായ ബാരിസ്റ്റർ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെയും 3 മക്കളിൽ മൂത്തവനായി ജവഹർലാൽ നെഹ്റു ജനിച്ചു. മോത്തിലാൽ നെഹ്റു ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി 2 തവണ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മോത്തിലാൽ നെഹ്റുവിൻ്റെ മൂത്ത സഹോദരിയാണ് UN ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റായ വിജയലക്ഷ്മി പണ്ഡിറ്റ്. നെഹ്റുവിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആനന്ദ് ഭവൻ എന്ന തൻ്റെ കുടുംബ വീട്ടിൽ തന്നെയായിരുന്നു. 13-ാം വയസ്സിൽ കുടുംബ സുഹൃത്തായ ആനി ബസന്റിൻ്റെ മുൻകൈയിൽ അദ്ദേഹം തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ചേർന്നു. ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയ അദ്ദേഹം ഹാരോ സ്കൂളിലും കേംബ്രിഡ്ജ് ട്രിനിറ്റി കോളേജിൽ നിന്നും പൊളിറ്റിക്സിലും ഹിസ്റ്ററിയിലും എക്കണോമിക്സിലും ഡിഗ്രിയും നേടി. 1910 ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിയമപഠനവും നടത്തി. ഇക്കാലത്തു തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. 1912 തിരികെ ഇന്ത്യയിലെത്തിയ അദ്ദേഹം അലഹബാദ് ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റായി ചേർന്നെങ്കിലും ആ ജോലിയിൽ അദ്ദേഹത്തിന് താൽപ്പര്യം തോന്നിയില്ല. ഇന്ത്യയിലെത്തി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പാറ്റ്ന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. തുടർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. അദ്ദേഹം 10-ലധികം തവണ ജയിൽവാസം അനുഭവിച്ചു. 1916 തൻ്റെ 27-ാം വയസ്സിൽ കമല കൗളിനെ വിവാഹം ചെയ്തു. നെഹ്റുവിൻ്റെ ഏക മകളാണ് 1966 ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിര പ്രിയദർശിനി. 7 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തിലും നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിലും നിർണായകമായ പങ്കാണ് വഹിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ അദ്ദേഹമാണ് പഞ്ചവത്സര പദ്ധതികളുടെയും ചേരിചേരാ നയത്തിൻ്റെയും പഞ്ചശീല തത്വങ്ങളുടെയും പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രം. ഇന്ത്യയുടെ ആധുനിക വിദ്യാഭ്യാസ, കാർഷിക, വ്യാവസായിക പുരോഗതികളുടെയും എല്ലാം അടിസ്ഥാനം നെഹ്റുവിൻ്റെ ആശയങ്ങളാണ്. 1947 മുതൽ 1964 തൻ്റെ മരണം വരെ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടർന്നു. പ്രകൃതി സ്നേഹിയും കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായ അദ്ദേഹം പ്രധാന പുസ്തകങ്ങളാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററിയും. തൻ്റെ മകളായ ഇന്ദിര പ്രിയദർശിനിക്ക് 10 വയസ്സുള്ളപ്പോൾ അദ്ദേഹം അയച്ച 30 കത്തുകളുടെ സമാഹാരമാണ് ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകം. ആൻ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ടുവേർഡ്സ് ഫ്രീഡം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. 1964 മെയ്
27-ന് ചാച്ചാജി എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചു. 1955-ൽ ഭാരത് രത്ന എന്ന പരമോന്നത ബഹുമതി നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ബോംബെയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് തുടങ്ങി ഏറെ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലെ ശാന്തിവനമാണ് അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലം. നന്ദി. അസ്സലാമു അലൈക്കും. Thank you, dear, for providing such a beautiful and big information. A program with a skit is incomplete. Let's watch a skit that express the love of Chachaji towards kids. Assalamu alaikum. Good morning to all. Respected Chairman Sir, Principal Ma'am, teachers and my dear friends. We are here to present a skit on Pandit Jawaharlal Nehru. Through our skit, today we will show you how Pandit Jawaharlal Nehru was fond of children. It was his love towards of children that 14 November is celebrated as Children's Day. Scene 1. Strolling in the garden. Nehruji is strolling in the garden while the gardener lady is working hard in the garden. Her baby is crying, but she is not able to hear it. It's a beautiful morning. All the flowers in the garden are full blossom. I can hear a cry of a baby. Where it coming from? Where's the mother? She must be walking on the ground. She must be a gardener. Who works here? Oh, is that my baby in Chacha Nehru's arm? I can't believe that. My beloved baby in Chacha Nehru's arm. It is my proudest moment ever, my baby being carried by none other than the Prime Minister of India. The unconditional love that Chacha Nehru had for all children. He believed that all children are the children of God and should be cared, nurtured and loved. Scene 2. The Balloon Seller. Chacha Nehru is on a tour of Tamil Nadu. A large crowd has been gathered around to see the great leader. Chacha Nehru watched a balloon seller behind the crowd. Mr. Balloon Seller, can you come here? In a minute, sir. You are Mr. Prime Minister, sir. Why did you call me, sir? Have there anything wrong? No, my dear. I called you to purchase all your balloons. What will you do with all these balloons? Now, when I have purchased them, can you please distribute all these children? Okay. Such colorful balloons. Watch the love of Chacha Nehru had for all children. He loved to see the children happy and excited. He believed that these curious children will be tomorrow's leaders. नेहरू चाचा हमें दे दिया इतना प्यार। नेहरू चाचा हमें दे दिया इतना प्यार। हम बच्चों का जीवन ढाला देकर हमको लाड दुलार। हम बच्चों का जीवन ढाला देकर हमको लाड दुलार। रखते याद नवंबर 14 बाल दिवस कहलाता है। हम भारत के नन्हे बालक तुम्हें भूल ना पाएंगे। नेहरू चाचा हमें दे दिया इतना प्यार। नेहरू चाचा हमें दे दिया इतना प्यार। Mashallah, it was really amazing. Let's wind up the program with a national anthem so that I welcome our butterflies onto the dais. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंगा।
विन्ध्ये हिमाचल यमुना गंगा उच्चल जलधितरंगा तव शुभ नामे जागे तव शुभाशिष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Every child is a different kind of flower and all together make this world a beautiful garden. Happy Children's Day. Assalamu alaikum.